ഡിയർ സ്റ്റുഡൻസ്, അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും വെൽക്കം. അക്കൗണ്ടൻസിയുടെ ബേസിക്സ് വെച്ചുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 100 നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ +1 അക്കൗണ്ടൻസിക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ഒപ്പം തന്നെ അക്കൗണ്ടൻസി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ട്രാൻസാക്ഷൻസ് റിസൾട്ട് എ ഡിക്രീസ് ഇൻ ദി അസറ്റ് ആൻഡ് ക്യാപിറ്റൽ. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അസറ്റിൽ കുറവ് വരുത്തുകയും ഒപ്പം തന്നെ ക്യാപിറ്റലിലും കുറവ് വരുത്തുന്ന താഴെ പറയുന്നതിൽ ഏത് ട്രാൻസാക്ഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോക്കിനെ ഇൻക്രീസ് ചെയ്യിക്കും, ക്യാഷിനെ കുറവ് വരുത്തും അല്ലേ. ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ടു ബിസിനസ്സിലേക്ക് ക്യാഷ് ക്യാപിറ്റലായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ കൂടുന്നു, ക്യാഷും കൂടുന്നു അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അസറ്റും ക്യാപിറ്റലും കുറയുന്ന അവസ്ഥ ഏതാണെന്നുള്ളതാണ്. വിത്ഡ്രീ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്, ക്യാഷ് പിൻവലിക്കുന്നു. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ക്യാപിറ്റലിൽ കുറയുന്നത്, അതായത് പേഴ്സണൽ യൂസിന് വേണ്ടി ക്യാഷ് പിൻവലിക്കുമ്പോൾ അത് ഡ്രോവിങ്സിലാണ് കൂടുന്നത് അല്ലേ. ഡ്രോവിങ്സ് കൂടുമ്പോൾ അത്രയും ഡ്രോവിങ്സ് കൂടുകയാണ്. ഡ്രോവിങ്സ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വിത്ഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ആണ്. ലോൺ ടേക്കൺ ഫ്രം എ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരം വിത്ഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ആണ്. ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ട 1, 2, 3 എക്സ്പാൻഷൻസ് ഉണ്ട്. CGST എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. SGST എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. IGST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു ഫുൾ ഫോം ഇങ്ങനെ ഓർത്തിരിക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഗീവ് നറേഷൻ ഫോർ ദി ഫോളോവിങ് ജേണൽ എൻട്രി. ഡ്രോവിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് എന്ന് പറയുന്ന ജേണൽ എൻട്രിയുടെ നറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗുഡ്സ് വിത്ഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്, പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സ് വിഡ്രോൺ ചെയ്യുമ്പോഴാണ് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ നോർമലി നമുക്കറിയാം പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസിന് ഡെബിറ്റാണ് കൊടുക്കുന്നത് അല്ലേ. പക്ഷേ ആ ഒരു ഗുഡ്സ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിക്കുമ്പോൾ ഡ്രോവിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പർച്ചേസ് അക്കൗണ്ടിനുമാണ്. നമ്മൾ ക്യാഷാണ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിക്കുന്നതെങ്കിൽ ഡ്രോവിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് എഴുതും. ഗുഡ്സാണ് പിൻവലിക്കുന്നതെങ്കിൽ ഡ്രോവിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസിന് എഴുതും. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഫാഷൻ ഓർ ന്യൂ ഇൻവെൻഷൻസ് സം അസറ്റ്സ് മേ ബി ഡിസ്കാർഡ് ബിഫോർ ദെയർ പ്രൊഡക്റ്റീവ് ലൈഫ് കംസ് ടു ആൻ എൻഡ്. ഫാഷൻ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതനുസരിച്ച് ചില അസറ്റുകൾ അത് ഡിസ്കാർഡ് ചെയ്യാൻ നമുക്ക് ഒഴിവാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണെന്നാണ് ഒബ്സൊലിസൻസ് എന്നാണ് പറയുക. കാലഹരണപ്പെട്ടു പോവുക എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം മൂലമോ അല്ലെങ്കിൽ ഫാഷനിൽ വരുന്ന ചേഞ്ച് അനുസരിച്ചൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റിനെ, ഒരു ഫിക്സഡ് അസറ്റിനെ ഒഴിവാക്കുമ്പോൾ നമുക്കതിന് ഒബ്സൊലിസൻസ്, കാലഹരണപ്പെട്ടു പോകൽ എന്ന പദം അതിനുവേണ്ടി ഉപയോഗിക്കാം. ഇനി അടുത്തത് ഡിപ്ലീഷൻ എക്സോഷൻ എന്നൊക്കെ പറയുന്നത് ഡിക്രീസ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവാണ്. ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന പദമാണ് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവിനെ സൂചിപ്പിക്കുക. അടുത്ത ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു അക്കൗണ്ടല്ല. അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ എമൗണ്ട് കോളങ്ങൾ കാണും അല്ലേ. പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പർട്ടിക്കുലേഴ്സ് കോളവും 2 എമൗണ്ട് കോളങ്ങളും ഉള്ള, അതായത് റൈറ്റ് സൈഡിൽ തന്നെ പർട്ടിക്കുലേഴ്സിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ 2 എമൗണ്ട് കോളങ്ങളുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രിൻസിപ്പൽ ബുക്ക് എന്നറിയപ്പെടുന്നത് ലെഡ്ജറാണ് അല്ലേ. സബ്സിഡറി ബുക്ക് എന്നറിയപ്പെടുന്നത് ഡേ ബുക്കുകളെയാണ്. അതായത് ക്യാഷ് ബുക്ക്, പർച്ചേസ്ഡ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക് അതെല്ലാം സബ്സിഡറി ബുക്കിൻ്റെ ഭാഗമാണ്. ജേണൽ പ്രോപ്പർ അതെല്ലാം സബ്സിഡറി ബുക്കിൻ്റെ ഭാഗമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹെവി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അഡ്വർടൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹെവി എക്സ്പെൻഡിച്ചർ, അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട്, അതിൻ്റെ ബെനിഫിറ്റ് കുറേ വർഷങ്ങൾ കൊണ്ടാണ് നമുക്ക് കിട്ടുക അല്ലേ. ഒരു വലിയ തുക നമ്മൾ അഡ്വർടൈസിങ്ങിന് വേണ്ടി ചിലവഴിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ നീണ്ടു നിൽക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്.
നമുക്കറിയാം ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന ആ എമൗണ്ടാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് പ്രധാനമായിട്ടും പറയുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് പെടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ഫേമിലേക്ക് പണം തരാനുള്ള വ്യക്തിയെ നമ്മൾ ഡെപ്റ്റർ എന്നാണ് പറയുന്നത്. നമ്മൾ ആർക്കാണോ കൊടുക്കാനുള്ളത് അയാളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും അല്ലേ. ദെൻ ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടിങ്ങിൽ പ്രധാനപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് ലെഡ്ജറാണ് അല്ലേ. ഒറിജിനൽ ബുക്ക് ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന ജേണലിലാണ്. പർച്ചേസ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് രേഖപ്പെടുത്തും. സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് രേഖപ്പെടുത്തും അല്ലേ. ഇനി വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ കുറച്ചാൽ കിട്ടുന്നത് ലൈബിലിറ്റി ആണല്ലേ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. സെയിൽസ് ജേണൽ റെക്കോർഡ്സ് ക്രെഡിറ്റ് സെയിൽസിനെയാണ് സെയിൽസ് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ഫേവറബിൾ ബാങ്ക് ബാലൻസ് മീൻസ് ഫേവറബിൾ ആയിട്ടുള്ള ബാങ്ക് ബാലൻസ് താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാഷ് ബുക്ക് അനുസരിച്ച് ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഫേവറബിൾ അല്ല, അത് ഓവർ ഡ്രാഫ്റ്റിനെയാണ് സൂചിപ്പിക്കുക. ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് അത് ഫേവറബിൾ ബാലൻസ് ആണ്, ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ അതിന് ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് അതും ഡെപ്പോസിറ്റ് ആണ് അല്ലേ. അതുകൊണ്ട് ബോത്ത് ബി ആൻഡ് സി എന്നുള്ളതാണ് ശരിക്കുമുള്ള ആൻസർ. ദെൻ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടാണ്. ട്രാൻസാക്ഷൻസ് ആർ ടു ബി സപ്പോർട്ടഡ് ബൈ സോഴ്സ് ഡോക്യുമെൻറ്റ്. ഓരോ ട്രാൻസാക്ഷൻസും അതിനെ നമുക്ക് ഇൻവോയ്സ് പോലുള്ള സോഴ്സ് ഡോക്യുമെൻറ്റുകളാൽ സപ്പോർട്ട് ചെയ്യപ്പെടണം എന്നുള്ളത് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിളാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആഡഡ് ടു സാലറി ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ സാലറിയുടെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വെച്ച് ആഡ് ചെയ്യുന്നത് മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരമാണ്. അതായത് അതാത് വർഷത്തെ എക്സ്പെൻസിനെ നമ്മൾ ആ വർഷം തന്നെ എടുക്കേണ്ടതാണ്. അത് സംഭവിച്ചോ ഇല്ലയോ, അതായത് അതിന്മേലുള്ള പേയ്മെൻറ്റ് നടന്നോ ഇല്ലയോ എന്നുള്ളത് പരിഗണിക്കാതെ തന്നെ നമ്മൾ ആ വർഷത്തെ എക്സ്പെൻസും ആ വർഷത്തെ ഇൻകവും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നുള്ളതാണ് മാച്ചിങ് കോൺസെപ്റ്റ് സൂചിപ്പിക്കുക. എവരി ട്രാൻസാക്ഷൻ ഹാസ് എ ടു ഫോൾഡ് എഫക്റ്റ് എന്നുള്ളത് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റാണ്, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളാണ് അല്ലേ. ദെൻ രമേഷ് ഡീലർ ഓഫ് ടെലിവിഷൻ സോൾഡ് ഓൾഡ് ഫർണിച്ചർ ടു റഫീഖ് ഫോർ 3,000 ഓൺ ക്രെഡിറ്റ്. ഒരു ടെലിവിഷൻ കടക്കാരനാണ്, ഡീലറാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു ഓൾഡ് ഫർണിച്ചർ മറ്റൊരാൾക്ക് കടമായിട്ട് വിറ്റു. ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തുന്നുള്ളതാണ്. ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ കടമായിട്ട് വിൽക്കുകയാണെങ്കിൽ ജേണൽ പ്രോപ്പറിലാണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് ജേണൽ പ്രോപ്പറിലാണ് അല്ലേ. അപ്പോൾ അത് മറ്റ് ബുക്കുകളൊന്നും വരില്ലെന്ന് ഓർത്തിരിക്കുക. അത് ക്യാഷിന് വിൽക്കുകയോ ക്യാഷിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബുക്കിൽ വരും. കടമായിട്ട് ഗുഡ്സാണ് വിൽക്കുന്നതെങ്കിൽ സെയിൽസ് ഡേ ബുക്കിൽ, കടമായിട്ട് പർച്ചേസ് ചെയ്യാണ് ഗുഡ്സ് ചെയ്യുന്നതെങ്കിൽ, ഗുഡ്സാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത് പർച്ചേസ് ഡേ ബുക്കിൽ അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ജേണൽ പ്രോപ്പർ. Then creative traders provides accounting information to its users whenever it is required for. ആവശ്യമുള്ള സമയത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ലഭ്യമാക്കുന്നു എന്നുള്ളത് റെലവൻസ് എന്ന് പറയുന്ന ആ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അണ്ടർസ്റ്റാൻഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അത് സിമ്പിളായിരിക്കണം, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് തയ്യാറാക്കേണ്ടതാണ്. കമ്പയറബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കമ്പനികളുടെ അക്കൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആയിരിക്കണം. റിലയബിൾ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. Then Suresh advanced 3 months salary to an employee of his firm. This advance salary is നമ്മൾ അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുക്കുന്നത്, നേരത്തെ കൊടുക്കുന്നത് നമ്മൾ രേഖപ്പെടുത്തുന്നത് കറണ്ട് അസറ്റായിട്ടാണ് രേഖപ്പെടുന്നത് അല്ലേ. പ്രീപെയ്ഡ് സാലറിയിൽ നിന്ന് അത് നമ്മൾ കുറച്ച് കാണിക്കും, പിന്നീട് അത് കറണ്ട് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കുകയും ചെയ്യും. Then which accounting concept specifies the practice of crediting closing stock to trading account? ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തുക? അത് മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരമാണെന്നുള്ളതും ഓർത്തിരിക്കുക. ദെൻ മെഷീനറി പർച്ചേസ്ഡ് ഫ്രം ഷീബ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ. നമ്മൾ മെഷീനറി കടമായിട്ട് വാങ്ങിച്ചു, ഫിക്സഡ് അസറ്റ് ആണല്ലേ, കടമായിട്ട് വാങ്ങിച്ചത് നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തുന്നത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുകളിൽ കണ്ടതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫർണിച്ചർ മെർച്ചൻറ്റ് യൂസ്ഡ് 2 chairs ഫോർ ഹിസ് ഓഫീസ് യൂസ് വിച്ച് വാസ് ക്രെഡിറ്റഡ് ഇൻ. അപ്പോൾ ഒരു ഫർണിച്ചർ മെർച്ചൻറ്റ് അദ്ദേഹത്തിൻ്റെ ഗുഡ്സ് നമുക്കറിയാം ഓഫീസ് യൂസിന് അത് ചെയറുകളാണ് അല്ലെങ്കിൽ മറ്റുപോലുള്ള ഫർണിച്ചറുകളാണ്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ച ചെയർ ഓഫീസ് യൂസിന് വേണ്ടി വിൽക്കാനല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം പർച്ചേസിൽ നിന്ന് അത്രയും കുറച്ച് കാണിക്കേണ്ടതാണ്, ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ. താഴെ പറയുന്നത് ഇതിൽ ഏറ്റവും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണെന്ന് നോക്കുക. ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ആൻ അക്കൗണ്ട് ഹോൾഡർ. ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് വേണ്ടി ബാങ്ക് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തി. അത് നമ്മൾ
ബാങ്ക് ബാലൻസ് കുറയ്ക്കുന്ന കാര്യമാണ്. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്, അത് ബാങ്ക് ബാലൻസ് കുറയ്ക്കും. ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്, അത് ബാങ്ക് ബാലൻസിനെ കൂട്ടുന്ന സംഗതിയാണല്ലേ. ബാക്കിയുള്ളതെല്ലാം ബാങ്ക് ബാലൻസിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഓഡ് 1 ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈൽ മാർഷലിംഗ് ദ ബാലൻസ് ഷീറ്റ് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി അസറ്റ് കം ലാസ്റ്റ്. ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ, അതായത് കറണ്ട് അസറ്റുകളാണ് നമ്മൾ ആദ്യം എഴുതുന്നത് ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ എഴുതുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെപ്റ്റേഴ്സും ക്യാഷും ബാങ്കൊക്കെ ആദ്യം വരും. ലാസ്റ്റ് വരുന്നത് താഴെ പറയുന്നതിൽ ഫർണിച്ചർ എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റ് ആണ് അല്ലേ. ദ നോട്ട് ബുക്ക് പർച്ചേസ്ഡ് ബൈ എ സ്റ്റേഷനറി ഷോപ്പ് കംസ് അണ്ടർ. നമ്മളൊരു സ്റ്റേഷനറി ബുക്കിൽ നോട്ട് ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് എന്ന് പറയുന്ന കാറ്റഗറി തന്നെയാണ് പെടുന്നത് അല്ലേ, കാരണം സ്റ്റേഷനറി ഐറ്റത്തിൽ പെടുന്നതാണ് നോട്ട് ബുക്ക്. ദെൻ രമേഷ് ഡീലർ ഓഫ് ടെലിവിഷൻ സോൾഡ് ആൻഡ് ഓൾഡ് ഫർണിച്ചർ ടു റഫീഖ്. ഒരാൾക്ക് കടമായിട്ട് അവർക്ക് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഫർണിച്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഫിക്സഡ് അസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് കടമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടതാണ് അല്ലേ, ജേണൽ പ്രോപ്പറിലാണ് ഇത് രേഖപ്പെടുത്തുക. ദെൻ റെൻറ്റ് പെയ്ഡ് ഈസ് റുപ്പീസ് 4500 വാസ് എൻറ്റേഡ് ഇൻ ക്യാഷ് ബുക്ക് റുപ്പീസ് 5400. നമ്മൾ 4500 റെൻറ്റ് കൊടുത്തത് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയപ്പോൾ 5400 എഴുതി. അപ്പോൾ അങ്ങനെ വരുത്തുന്ന തെറ്റുകൾ, എററുകൾ നമ്മൾ എന്ത് എറർ എന്നാണ് വിളിക്കുന്നത്? കമ്മീഷൻ എറർ എന്നാണ് വിളിക്കുന്നത് അല്ലേ, എറർ ഓഫ് കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത്. അത് തെറ്റായിട്ട് രേഖപ്പെടുത്തുന്നത്, എഴുതിയപ്പോൾ മാറിപ്പോകുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ എറർ ഓഫ് കമ്മീഷനാണ്. ക്ലറിക്കൽ മിസ്റ്റേക്കുകളൊക്കെ എറർ ഓഫ് കമ്മീഷനാണ്. വെൻ എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഓൺ ദി ബോത്ത് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് ബട്ട് ഇൻ ഡിഫറെൻറ്റ് കോളം സച്ച് എൻട്രി ഈസ് കോൾഡ്. നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ രണ്ട് സൈഡിലും അല്ലേ എഴുതുന്ന എൻട്രികളാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് അല്ലേ. ക്യാഷ് ബുക്കിൽ നമ്മൾ ബാങ്ക് കോളത്തിൽ എഴുതും, ക്യാഷ് കോളത്തിൽ എഴുതും അല്ലേ. ഡിഫറെൻറ്റ് സൈഡിൽ നമ്മൾ ഡിഫറെൻറ്റ് കോളത്തിലായിട്ട് അതിന് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കോൺട്രാ എൻട്രിയാണ്. ബാങ്ക് ഡിപ്പോസിറ്റ്, അതായത് ക്യാഷ് ഡിപ്പോസിറ്റ് ഇൻ ബാങ്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, അതെല്ലാം കോൺട്രാ എൻട്രിക്ക് ഉദാഹരണങ്ങളാണ്. ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് പ്രകാരം ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവറബിൾ ബാലൻസ് ആണ്, അതായത് ഡെപ്പോസിറ്റ് ബാങ്കിലുണ്ടെന്നാണ് അർത്ഥം. ദെൻ ഗുഡ് വിൽ ഈസ് ക്ലാസിഫൈഡ് ആസ്, ഗുഡ് വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ. ഓൾ ക്രെഡിറ്റ് പർച്ചേസ്, എല്ലാ ക്രെഡിറ്റ് പർച്ചേസും പർച്ചേസ് ബുക്കിലാണ് എഴുതുക. ഡാഷ് മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാവ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഒരു എൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു റിയൽ തിങ്ങിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഡെബിറ്റ് നോട്ട് എന്തിൻ്റെ ഫോഴ്സ് ഡോക്യുമെൻ്റ് ആണ്? പർച്ചേസ് റിട്ടേണിൻ്റെ ഫോഴ്സ് ഡോക്യുമെൻ്റ് ആണ് അല്ലേ. ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേണിൻ്റെ ആണ്. പർച്ചേസ് ഓഫ് വെഹിക്കിൾ ഫോർ ക്യാഷ് ഷുഡ് ബി ഡെബിറ്റഡ് ടു. നമ്മൾ വെഹിക്കിൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വെഹിക്കിൾ അക്കൗണ്ടിൽ തന്നെ ആ ഫിക്സഡ് അസറ്റിൻ്റെ പേരിൽ തന്നെ അത് എഴുതേണ്ടതാണ്. എറൈസ് ആർ കമ്മിറ്റഡ് ഡ്യൂ ടു റോങ് പോസ്റ്റിംഗ്. തെറ്റായിട്ട് പോസ്റ്റിംഗ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് മാറിപ്പോകുമ്പോഴൊക്കെ ചെയ്യുന്ന പറ്റുന്ന തെറ്റ് എറൈസ് ഓഫ് കമ്മീഷനാണ്. പ്രൊവിഷൻസ് ആർ ക്രിയേറ്റഡ് ബൈ, പ്രൊവിഷൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ഇൻറ്റു 5% എമൗണ്ട് കണ്ടുപിടിച്ച് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. Then that abates to remuneration paid to workers directly engaged in factory for loading and production of goods. നമ്മൾ ഫാക്ടറിയിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന ലേബേഴ്സിന് കൊടുക്കുന്ന വേതനത്തെയാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ബൈ കോൺസ്റ്റൻറ്റ് യൂസ് ഇൻ ബിസിനസ് ഓപ്പറേഷൻസ് ഫോർ ഏണിംഗ് റവന്യൂ. നമ്മൾ റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫിക്സഡ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോൺസ്റ്റൻറ്റ് യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കുറവിന് പറയുന്ന പേര് ഡിപ്രീസിയേഷൻ ആണ് അല്ലേ. ഡിപ്രീസിയേഷൻ ആണ്, ഇവിടെ കൊടുത്തിട്ടില്ല, ഡിപ്രീസിയേഷൻ ആണ്. ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രയൽ ബാലൻസ് ആണ് തയ്യാറാക്കുന്നത്. ദെൻ ഫൈൻഡ് ദ റോങ് പെയർ. താഴെ പറയുന്നത് തെറ്റായിട്ടുള്ള പെയർ ഏതാണെന്ന് നോക്കുക. സാലറി ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, കറക്റ്റാണ്. ഫർണിച്ചർ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ബാങ്ക് ലോൺ റവന്യൂ റെസിപ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെയിൽ ഓഫ് മെഷീനറി ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ഓക്കെയാണ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫോർമുല. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് അല്ലേ. ദെൻ സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഓൺ വിച്ച് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ദ ഫോളോവിങ് ഐറ്റം ഷോണ്. താഴെ പറയുന്ന ഐറ്റംസ് ബാലൻസ് ഷീറ്റ് ഏത് സൈഡിലാണ് കാണിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്രൂഡ് ഇൻട്രസ്റ്റ്, നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആണ് അല്ലേ, കിട്ടിയിട്ടില്ല, അത് അസറ്റ് സൈഡിൽ കാണിക്കണം. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, കൊടുക്കാനുള്ള സാലറിയാണ്, അത് നമുക്ക് ലൈബിലിറ്റിയാണ്, കറണ്ട് ലൈബിലിറ്റിയാണ്, ലൈബിലിറ്റി സൈഡിൽ കാണിക്കണം. ഗീവ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് ഫോർ ദി ഫോളോവിങ്. താഴെ പറയുന്നതിനുള്ള അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഡെപ്റ്റേഴ്സ് എന്ന് കുറയണം. അപ്പോൾ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് എന്നാണ് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അത് സാലറിയുടെ കൂടെ കൂടണം അല്ലേ. സാലറി അക്കൗണ്ട് ടു സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി.
Then the accounting principle relevant to the following equation: profit is equal to revenue minus expense. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത് അതാത് വർഷത്തെ റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചിട്ടാണെന്നുള്ളത് മാച്ചിങ് കോൺസെപ്റ്റ് ആണ് പറയുന്നത് അല്ലേ. വാട്ട് ആർ ദി ഫോളോവിങ് ടേംസ് സ്റ്റാൻഡ് ഫോർ? താഴെ പറയുന്നതിൽ ഗ്യാപ്പ്, IFRS, ICAI അതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ് IFRS. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയാണ് ICAI അല്ലേ. താഴെ പറയുന്ന ട്രാൻസാക്ഷൻ നമ്മൾ ജേർണലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സ് കോസ്റ്റിംഗ് ₹2500 ഗേവ് ടു ചാരിറ്റി ആയിട്ട് നമ്മൾ ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഗുഡ്സ് നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിച്ചപ്പോൾ പർച്ചേസിന് ക്രെഡിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഗുഡ്സ് നമുക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പർച്ചേസിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഇനി എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഗുഡ്സ് കൊടുത്തത്? ചാരിറ്റിക്ക് വേണ്ടിയാണ് അല്ലേ. ചാരിറ്റി ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ചാരിറ്റി അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് കാണിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 100 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 100 ക്വസ്റ്റ്യൻസിൻ്റെയും ഓപ്ഷൻസ് സഹിതം ഡിസ്കസ് ചെയ്തപ്പോൾ ഏകദേശം 400ഓളം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെയായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇതിൽ നിന്ന് പ്രകാരം ഏകദേശം 100% തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ അക്കൗണ്ടൻസി ബേസ്ഡ് ഉള്ള എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്